ഗുഡ് മോർണിംഗ്. നമ്മുടെ യാത്രയുടെ 6ാമത്തെ ദിവസം ഊട്ടിയിലാണ്. ഊട്ടിയിൽ നിന്ന് നമ്മൾ തിരിക്കാൻ പോകുന്നു നേരെ മധുരയിലോട്ട്. റൈഡാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ 8 മണി കഴിഞ്ഞു, 8:15. നമുക്കിനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് വന്നിട്ട് എല്ലാം പാക്കിങ് എല്ലാം ബാഗെല്ലാം എടുത്ത് ലഗേജ് നേരെ കാറിലോട്ട്. പിന്നെ പോയി ബൈക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കണ്ട, ഇവിടെ ബഗ്ഗി വരും. എന്നാലും കുറച്ച് ദൂരം പോയിട്ട് ബൈക്ക് എടുക്കുക. എടുത്തും കൊണ്ട് നമ്മൾ നേരെ റൈഡ് മധുരയ്ക്ക് പോകും. പോകുന്ന റൂട്ട് മേട്ടുപ്പാളയം വഴിയാണ്. മേട്ടുപ്പാളയം അവിനാശി റോഡ് കയറി നേരെ ഒട്ടച്ചത്രം വഴി ഡിണ്ടിഗൽ കയറാം. ഡിണ്ടിഗൽ കയറുന്നില്ല, മധുരയ്ക്ക് അടുപ്പിച്ച് നേരെ വേറെ ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴിയും കയറും. ഇന്ന് ടോട്ടൽ 281 കിലോമീറ്ററാണ് ഓടേണ്ടത്. ഗൂഗിൾ മാപ്പിൽ 6 മണിക്കൂർ 6.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. 7 മണിക്കൂർ 7.5 മണിക്കൂർ ആവും. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു 4-5 മണിയോടുകൂടി മധുര എത്തും. അപ്പോൾ ഇന്ന് മധുരയിൽ സ്റ്റേ ചെയ്യണം. ഡയറക്റ്റ് ട്രിവാൻഡ്രം ഓടി പോകാം, എന്നാലും നമ്മൾ റിലാക്സ് ചെയ്ത് റൈഡ് ചെയ്യാൻ വേണ്ടി ഇന്ന് മധുരയിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് ഇന്ന് രാത്രി മധുരയിലെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് പരീക്ഷ ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നാളെ ട്രിവാൻഡ്രം. നാളെ നേരത്തെ പോവും, ഉച്ചയോട് കൂടി ട്രിവാൻഡ്രം എത്തും. അതാണ് പ്ലാൻ. ആ പ്ലാൻ നല്ല രീതിയിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ പ്ലാൻ വെച്ചും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ സംസാരം കുറവായിരിക്കും, കൂടുതലും വിഷ്വൽസ് ആയിരിക്കും. കാരണം സംസാരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല, റൈഡാണ്. അപ്പോൾ എന്തായാലും അടുത്ത റൈഡിന് നമുക്ക് ഈ ഹെൽമെറ്റിൽ തന്നെ ഗോപ്രോയും വെച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. ആ ഒരു രീതിയിൽ വീഡിയോ കിട്ടുന്ന കണക്കിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി റൈഡുകളിലേക്ക്. ഓക്കെ, താങ്ക് യു. ബൈക്കെല്ലാം ഓക്കെയാണ്. രാവിലെ സ്റ്റാർട്ടാവുമെന്നൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാർട്ടായി, വിജയകരമായി സ്റ്റാർട്ടായി. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് മധുര. ഇവിടുത്തെ ഈ തണുപ്പ് ഇനിയിപ്പോൾ താഴെ പോകുമ്പോൾ കിട്ടത്തില്ല. ഇനി താഴെ പോകുമ്പോൾ വലിയ ചൂടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ചൂട് കയറുമ്പോൾ ഒന്ന് ഉത്സാഹം കൂടും. തണുപ്പാകുമ്പോൾ തണുത്ത് കിടത്തിരിക്കും. ഓക്കെ, പിന്നെ റൈഡിലേക്ക്.
നിങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാൻ അവിടെ പോകും. എനിക്ക് വിശപ്പൊട്ട് അതാ വന്നത്. ഇങ്ങനെ നമുക്ക് ഒരു മണിക്കൂറും കൂടിയേ ഉള്ളൂ മധുര എത്താനായിട്ട്. ഉച്ചയ്ക്ക് നോ ഫുഡ്. നമ്മൾ അവിടെ പോയി മധുര സ്പെഷ്യൽ ബൺ പൊറോട്ട കഴിക്കാൻ പോവുകയാണ്. ബൺ പൊറോട്ട വിത്ത് മട്ടൻ കറി. മട്ടൻ വിത്ത് ബൺ പൊറോട്ട അങ്ങനെയും പറയാം. അപ്പോൾ 6.5 മണിക്കൂറത്തെ റൈഡിന് ശേഷം നമ്മൾ മധുരയിലെത്തി. ഒരു ഹോട്ടലിൽ റൂം എടുത്തു. യഥാർത്ഥത്തിൽ ട്രിവാൻഡ്രത്ത് ഓടിപ്പോവാനേ ഉള്ളൂ. പക്ഷേ എല്ലാവരുടെ അഭിപ്രായം രാത്രി നാഗർകോവിലിൽ നിന്ന് ട്രിവാൻഡ്രം വരെയുള്ള റോഡ് വളരെ മോശം. അതുകൊണ്ട് നമ്മളിന്ന് മധുരയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എണീക്കും. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വീട് ട്രിവാൻഡ്രം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണം. ഈ ഹോട്ടലിൻ്റെ പേര് ഹെറിറ്റേജ് റെസിഡൻസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ്. എന്തായാലും ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നു. ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ പോയി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അടുത്ത് ഈ മധുര ടൗണിനകത്തോട്ട് കയറി നമുക്കൊന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ആസ്വദിച്ചു പോകാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വേണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്തോ നല്ല മധുര തന്നെ പവർക്കടയിലും മായാണ്ടി മെസ്സ് 2 കട തുറന്നിട്ടില്ല. 2 പേര് 2 മാപ്പ് ഇട്ടിട്ടുണ്ട്. എവിടെയാണ് ആദ്യം എത്തുന്നത് അവിടെ ഇറങ്ങും. മധുര എന്ന് പറയുന്നത് അത്ര വലിയ ക്ലീൻ സിറ്റി ഒന്നുമല്ല. തിരക്കും പൊടിയും ചൂടും ഒരു വല്ലാത്ത ഒരു അവസ്ഥ. ഇതൊക്കെ കാണുമ്പോഴാണ് ട്രിവാൻഡ്രത്തിന് ഇത്ര നല്ല മനോഹാരിത എന്ന് തോന്നിപ്പോകുന്നത്. ബ്ലോക്ക് ഔട്ടർ സൈഡ് ഓഫ് ദി സിറ്റി. ഇത് ഔട്ടറാണ്, സിറ്റിയുടെ ഔട്ടറാണ്. എന്നിട്ട് ഇതാണ് പോയി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല. പവർ കടയിൽ പോയപ്പോൾ അവിടെ 10 മിനിറ്റ് കഴിയും അത് റെഡിയാവാൻ. പക്ഷെ അവിടെ ചെന്നപ്പോൾ കണ്ട സിറ്റുവേഷൻ വെച്ചിട്ട് അവിടെ നിന്ന് കയറി കഴിക്കാൻ തോന്നിയില്ല. അവിടെ ഒന്നും ഒരു വൃത്തിയില്ല, ഒരു വെടിപ്പുമില്ല, ഓടയുടെ സ്മെല്ലും. അവിടെ പൊറോട്ട അടിക്കാൻ നിൽക്കുന്ന അണ്ണന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരാഴ്ചത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കില്ല. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി അടുത്തടുത്തോട്ട് പോകുന്നു. മുനിയാണ്ടി മെസ് മായാണ്ടി. ഏഴാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം പോവുകയാണ്. മധുരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നേരെ ട്രിവാൻഡ്രം പോകുന്നു. ഒരു ഉച്ചയോട് കൂടി ഒരു 11-12 മണിക്കൊക്കെ എത്താനാണ് പ്ലാൻ. രാവിലെ 6 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ. വേറൊരു റൈഡുമായിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാവും. ആ റൈഡ് നിങ്ങളെ കാണിക്കാം. എന്തായാലും ഇതിൻ്റെ എൻഡിങ് വന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ.
നല്ലൊരു റൈഡായിരുന്നു. ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഓൾ സേഫ്റ്റി, എല്ലാ റൈഡേഴ്സും ഒന്നിച്ച് എല്ലാ കൺസിഡറേഷൻസ് ആൻഡ് ഫോർമേഷൻസ്. ആരാ നമ്പർ 1 നിൽക്കുന്നത്, നമ്പർ 2 നിൽക്കുന്നത്, നമ്പർ 3 നിൽക്കുന്നത്, ആരാ ലാസ്റ്റ് സെയിൽസ്മാൻ, എല്ലാം കറക്റ്റായിട്ടാണ് പോയത് കോർഡിനേഷൻ. ഓക്കെ, ക്രെഡിറ്റ് ഗോസ് ടു ദ ടീം ലീഡർ ആൻഡ് ഓഫ് കോഴ്സ് SBRC ആസ് എ ഗ്രൂപ്പ്. യെസ്. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? റൈഡ് എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ഇതിലെ മെയിൻ ഹൈലൈറ്റ് ഉള്ള ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുണ്ടായിരുന്നു. അതാണ് ഒരു മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം. നമ്മൾ ഇവിടുന്ന് തിരിക്കുമ്പോൾ തന്നെ മഴയായിരുന്നു. 2-3 ദിവസമൊക്കെ ഭയങ്കര എല്ലോടെ അല്ലാത്ത ഓറഞ്ച് അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പോകുന്ന വഴി പോലും ഇതുവരെ ഒന്നും മഴ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഇത്. ദൈവമാഴ്ച മഴ ഉണ്ടായിരുന്നില്ല. ഇന്നലെ അടിച്ചു പൊളിച്ചു. നിങ്ങൾ തിരിച്ചിട്ട് കൊടുത്തു. വണ്ടിന് ലീഡ് ചെയ്തതിലേക്ക് എങ്ങനെയുണ്ടായിരുന്നു ബാക്കിയുള്ള റൈഡേഴ്സ് കൂടെ? എല്ലാം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാം നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നമ്മളെല്ലാം പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ലൈൻ കീപ്പ് ചെയ്തു. സ്പീഡായാലും ശരി, എല്ലായാലും ശരി, എല്ലാം നമ്മൾ ആ രീതിക്ക് തന്നെ കീപ്പ് ചെയ്തു. അതേ കണക്ക് തന്നെ. അപ്പോൾ നമ്മുടെ റൈഡ് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലെത്തി. ഇനി ഒരു 100 കിലോമീറ്ററിനകത്തേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ തമിഴ്നാട് നിന്നും നമ്മൾ ആ ഒരു നാറൂല് ഹൈവേ കയറുന്ന ഒരു ജംഗ്ഷനുണ്ട്, കാവൽക്കണ്ടം എന്ന് പറയും. അതിൻ്റെ അടുത്തായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ തിരിഞ്ഞ് നാഗർകോവിൽ വഴി നേരെ ട്രിവാൻഡ്രം. നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല, കാരണം നമ്മളെല്ലാവരും 3 പേര് 3 വഴിക്കും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റൈഡർ മിഖിലേഷ്, പുള്ളിക്കാരൻ കുമിളി വഴി അങ്ങ് പോയി. പുള്ളിയുടെ വീട് ആലപ്പുഴയാണ്. പുള്ളിക്ക് മധുരയിൽ നിന്ന് പോകാൻ എളുപ്പം കുമിളി റൂട്ടാണ്. അങ്ങനെ മധുരയിൽ നിന്ന് പുള്ളി പോയി. നമ്മൾ 3 പേരും ഉണ്ട് റൈഡിങ്ങിന്. ഒരാളും കൂടെ ഉണ്ട്, അക്ഷയ്. പുള്ളിക്കാരന് ബൈക്കിന് ചെറിയ പ്രശ്നമായതുകൊണ്ട് നമ്മൾ നേരത്തെ പോകാൻ പറഞ്ഞു. അപ്പോൾ ബാക്കപ്പ് കാർ വിഷ്ണുവും ക്യാമറയ്ക്ക് പിന്നിലെ കൃഷ്ണൻ. അപ്പോൾ ഈ റൈഡ് വളരെ ഭംഗിയായിട്ടുള്ള റൈഡായിരുന്നു. ഒരു അപകടങ്ങളില്ല, ഒരു പ്രശ്നങ്ങളില്ല. നല്ല എൻജോയ് ചെയ്തു. എങ്ങനെയാണോ നമ്മൾ തുടങ്ങിയത് അതേ മൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് അടുത്ത റൈഡ് എപ്പോഴാണ് എന്നാണ് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നത്. ദീപുവിന് റൈഡ് ചെയ്ത് മതിയായിട്ടില്ല. വീണ്ടും ഒരു 150 കിലോമീറ്റർ കൂടെ ഓടട്ടെ ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. പിടിച്ച് കിട്ടിയോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാം. വേണമെങ്കിൽ കന്യാകുമാരി പോകാം. അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്ക് ദൃശ്യങ്ങളൊന്നും കാണൂല. നേരെ വീട്ടിൽ പോകേണ്ട ഒരു ധൃതിയാണ്. വീട്ടിൽ ചെന്നിട്ട് ഇനി പുറത്ത് പോയി കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊരു കാര്യം 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കും. എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കരുത്.